വരുന്ന തെളിവുകൾ, അതായത് കൂടുതൽ തെളിവുകൾ ഇനിയും സിജോ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ കൂടുതൽ ആളുകൾ ഇത്തരം ഓഡിയോ സംഭാഷണങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് രാഹുലിന് വലിയ വെല്ലുവിളിയാകും. കാരണം ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നതടക്കം വലിയ കേസ് എടുക്കാനൊക്കെ പ്രത്യേകിച്ച് പരാതിക്കാരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ രാഹുലിനെ തുണയ്ക്കുന്നത്. ഇനി ഈ ശബ്ദ സംഭാഷണത്തിലുള്ള ആളുകൾ ആരെങ്കിലും പരാതിയുമായി രംഗത്ത് വരികയാണെങ്കിൽ രാഹുലിന് മുന്നിൽ മറ്റു വഴികളില്ലാതാകും. തീർച്ചയായും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഓഡിയോ സന്ദേശങ്ങൾ, അതായത് രാഹുൽ ഈ സ്ത്രീകളോട് സംസാരിക്കുന്നതിൻ്റെ ഓഡിയോയോ അല്ലെങ്കിൽ മറ്റു കൂടുതൽ സ്ത്രീകളോട് ഇത്തരത്തിൽ സംസാരിച്ചതിൻ്റെയോ ഇടപെടലിൻ്റെയൊക്കെ തെളിവുകൾ പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ രാഹുലിനോടൊപ്പം തന്നെ കോൺഗ്രസും പ്രതിരോധത്തിലാവും. രണ്ടാമത്തെ കാര്യം പറഞ്ഞതുപോലെ ഇതാരെങ്കിലും പരാതിയുമായി പോയാലാണ്. ആദ്യഘട്ടത്തിൽ മുതൽ രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും പറയുന്ന ഒരു കാര്യം, ആരും പരാതിയുമായി വന്നില്ലല്ലോ, എൻ്റെ പേരാരും പറഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷേ ഈ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാൻ പറ്റും. ഇതുവരെയും അത്തരം നടപടികളിലേക്ക് പോകാത്തത് അല്ലെങ്കിൽ പോലീസ് ഉൾപ്പെടെ നടപടികൾ പോകാത്ത കൃത്യമായി ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ബാലാവകാശ കമ്മീഷനും അതോടൊപ്പം തന്നെ ഇന്നലെ വനിതാ കമ്മീഷനൊക്കെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. സ്വാഭാവികമായും ഒരു പരാതി വന്നാൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം കൃത്യമായി നമുക്ക് മനസ്സിലാവും. അത്രയും ഗൗരവമുള്ള വകുപ്പുകളാണ്. കാരണം അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ഓഡിയോ സന്ദേശങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പരാതികൾ വരികയാണെന്നുണ്ടെങ്കിൽ രാജിയല്ലാതെ രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏത് നിമിഷവും ഈ രാജിയിലേക്ക് പോകാം എന്നുള്ളൊരു സൂചനയിലേക്ക് നിലനിൽക്കുകയും ചെയ്യുന്നത്. ഇനി രാഹുലിന്റെ ഭാവി, ഇനി എന്തൊക്കെ തെളിവുകൾ പുറത്തു വരുമെന്നുള്ളതും അതോടൊപ്പം തന്നെ ആരെങ്കിലും പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനമായി സിജോ, ഈ രാജി വെക്കണം എന്ന് പറയുമ്പോൾ അതിൽ തന്നെയുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് 9 മാസത്തിലധികം നിയമസഭാ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വീണ്ടും വന്നുകൂടായികയില്ല. അങ്ങനെയാണെങ്കിൽ അത്തരം ഒരു വെല്ലുവിളിക്ക് കോൺഗ്രസ് അടക്കം തയ്യാറാകേണ്ടതുണ്ട്. മാത്രമല്ല BJP ഇതിനിടയിൽ കളം പിടിക്കാനുള്ള ഒരു സാധ്യത കൂടെ, പ്രത്യേകിച്ച് പാലക്കാട് BJPക്ക് അത്യാവശ്യം ഒരു പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒരു മണ്ഡലം കൂടി ആയതുകൊണ്ട് തന്നെ അപ്പോൾ അത്തരം വെല്ലുവിളികളെ കൂടെ നേരിടേണ്ടതുണ്ട് കോൺഗ്രസിനകത്ത് തന്നെ. അത്തരം ആലോചനകൾ അല്ലെങ്കിൽ അത്തരം വെല്ലുവിളികൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ കൂടി ഉണ്ടാവണം രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്നതിന് മുൻപല്ലേ? VD സതീശനൊക്കെ ഈ കാര്യത്തിൽ വലിയ കോൺഫിഡൻസ് ആണുള്ളത്. കാരണം നമ്മൾ ഈ ഒരു പരാതി വന്നിട്ടില്ല, രാഹുലിന്റെ പേര് പറഞ്ഞിട്ടില്ല, ഒരു രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തി കാണിച്ചുകൊണ്ട് രാജിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് ഉയർത്തി കാണിക്കാൻ സാധിക്കും. ഞങ്ങളുടെ ഒരു നേതാവിനെതിരെ ഒരു പരാതി ഉയർന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ സംഘടനയെ ചുമതലയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, അതോടൊപ്പം തന്നെ MLA സ്ഥാനം രാജിവെച്ചു. നോക്കൂ, മറുസ്ഥാനത്ത് നോക്കൂ, നിങ്ങളുടെ നേതാക്കന്മാർക്കെതിരെ, മന്ത്രിമാർക്കെതിരെ, MLA മാർക്കെതിരെ, മറ്റ് മുതിർന്ന നേതാക്കൾക്കെതിരെ പരാതിയും ആരോപണങ്ങളും വന്നപ്പോൾ അവരെ പൂർണ്ണമായി നിങ്ങൾ സംരക്ഷിച്ചില്ലേ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഉയർത്താൻ സാധിക്കും. അതുകൊണ്ട് അങ്ങനെ പ്രതിരോധിച്ച് നിൽക്കാം. ഒരു മേൽക്കൈ ഇക്കാര്യത്തിൽ കിട്ടും. രാജി വെച്ചാൽ അതിൻ്റെ ഒരു മെറിറ്റ് തെരഞ്ഞെടുപ്പുകളിൽ കിട്ടുമെന്നുള്ള ഒരു കാര്യമാണ് VD സതീശനും സതീശനെ പിന്തുണയ്ക്കുന്ന ആളുകളും പറയുകയും ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഓക്കെ, അങ്ങനെ രാജിവെക്കുന്നു, അങ്ങനെ രാജിവെച്ചാൽ ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ്, BJPക്ക് വലിയ മേൽക്കൈയുള്ള ഒരു സ്ഥലത്താണ്. 9 മാസമാണ് ഉള്ളത്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ BJPയുടെ ഒരു ശക്തിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, അവർ ശ്രമിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് വളരെ രീതിയിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ക്യാമ്പയിൻ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിച്ച് നിൽക്കാൻ, ജയിച്ചു കയറാൻ ബുദ്ധിമുട്ടാവും. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിനു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നത് വലിയ അബദ്ധമായി മാറുമോ എന്നൊരു ആശങ്കയാണ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്തായാലും രണ്ടഭിപ്രായമുണ്ട്. ഭൂരിപക്ഷ അഭിപ്രായം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രാഹുൽ രാജിവെച്ച് ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരു കാര്യമാണുള്ളത്. പക്ഷേ വളരെ ഗൗരവത്തോടെ പഠിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ആലോചിക്കുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയമാണ്. ഒരു തവണ പേഴ്സ് പോയാൽ, ഒരു തവണ ചുവട് അടി തെറ്റിയാൽ അത് അവിടെ വീണു പോകുന്ന അവസ്ഥയാവും. അത്രയും ഗൗരവത്തോടുകൂടി അത്രയും ആലോചിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് അത്തരം ഒരു കരുതലോടുകൂടി തന്നെ കോൺഗ്രസ് നീങ്ങുകയും ചെയ്യുന്നത്.